ശ്രീ CR രാധാകൃഷ്ണൻ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണല്ലോ. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡിനോട് ആ ഘട്ടത്തിൽ ചോദിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തിപരമായി അറിയില്ല, ഇവിടെ പല കാര്യങ്ങളും കാണാറുണ്ട്, ആ നിലയ്ക്ക് അറിയാം, അല്ലാതെ അടുപ്പമില്ല എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇനി പോറ്റിയുടെ അടുത്ത് പാളി കൊടുത്തുവിട്ടതാകട്ടെ, അതിലും തനിക്ക് പങ്കില്ല, തന്നോട് ആലോചിച്ചിട്ടല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അത് സ്വർണ്ണാഭരണം കമ്മീഷണറുടെ തീരുമാനമാണ് എന്നടക്കം, തിരുവാഭരണം കമ്മീഷണറുടെ തീരുമാനമാണ് എന്നടക്കം പറയുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തന്നെ എടുത്ത തീരുമാനമാണ് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന മൊഴികളിലും അത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഈ എനിക്കൊപ്പം മറ്റുള്ളവരും കുടുങ്ങും എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അതിൽ ആരൊക്കെ പെടുമെന്നാണ് അങ്ങ് കരുതുന്നത്? സ്മൃതി, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര ഭരണ സ്ഥാപനമാണ്. ഇപ്പം ഗവൺമെന്റിന് പോലും ഇവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ ഒരധികാരവുമില്ല. അപ്പം അങ്ങനെയുള്ള സ്വതന്ത്രമായ ശക്തമായ ഭരണ പിൻബലമുള്ളവരാണ്, നിയമ പിൻബലമുള്ളവരാണ് ബോർഡിന്റെ ചെയർമാനും മെമ്പർമാരും. അപ്പോൾ അവർ സാധാരണ ഇതൊരു ട്രസ്റ്റാണ്. ഈ മൈനറുകളുടെ സ്ഥാവരജംഗമ സ്വത്തുകൾ അത് നോക്കി നടത്താനുള്ള ഒരു ട്രസ്റ്റികളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ കുറേ നിയമങ്ങളുണ്ട്. എല്ലാ മേഖലയിലും, ഈ ക്ഷേത്രങ്ങളുടെ സമസ്ത മേഖലയിലും, പ്രവർത്തന മേഖലയിൽ, അക്കൗണ്ട്സ് മേഖലയിൽ, പൂജാ മേഖലയിൽ, അതുപോലെ ജീവനക്കാരുടെ സർവീസ് മേഖലയിൽ, ശിക്ഷാ നടപടിക്രമങ്ങളിലെല്ലാം ഗവൺമെന്റിന് തുല്യമായ കർശനമായ, ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ലൂപ്പ് ഹോൾ അടച്ച, പഴുതടച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ നയപരമായ കാര്യങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമില്ല. അത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ബോർഡ് യോഗങ്ങളിലാണ്. അത് ബോർഡിന്റെ ബൈലയുണ്ട്. ആ ബൈല അനുസരിച്ച് ആഴ്ചയിൽ 2 ദിവസം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തണം. ആ നടത്തുമ്പോൾ ബോർഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിൽ അവരുടെ ഡ്യൂട്ടിയിലും അധികാരത്തിലും നിർവഹിക്കാനാവാത്ത പേപ്പറുകൾ, അത് നയപരമായ കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റുകൾ, സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റങ്ങൾ, പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് എലഫൻസ് തുടങ്ങിയ ഗൗരവതരമായ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ബോർഡ് യോഗത്തിന്റെ മുമ്പാകെ അജണ്ടയിട്ട്, ഇപ്പൊ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നത് പോലെ തന്നെയാണ് സെക്രട്ടറി മുൻകൂട്ടി തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അജണ്ട തയ്യാറാക്കി അത് പ്രസിഡന്റും അംഗങ്ങളുടെ ഓഫീസിൽ കൊടുത്ത് ആ ഫയലുകൾ ഹാജരാക്കി അവിടെയാണ് തീരുമാനമെടുക്കുന്നത്. ഇതിനെല്ലാം മിനിസുണ്ട്. അപ്പം ഈ ശ്രീകോവിലിലെ നേരത്തെ പറഞ്ഞ ഈ പാളികളുടെ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ മാറ്റർ അല്ല. സാധാരണ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഇത്തരം തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ 99 ഈ ഒരു ഇൻവെന്ററി അനുസരിച്ച് ഞങ്ങളുടെ ശബരിമലയിലെ വിലപിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററിൽ, അതായത് തിരുവാഭരണ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത സാധനങ്ങളാണത്. അത് നമ്മുടെ സ്ഥാവര സ്വത്താണ്. ആ സ്ഥാവര സ്വത്ത് ഞങ്ങളുടെ നിയമം അനുസരിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ മാറ്റുന്നതിനോ അത് രൂപം മാറ്റം വരുത്തുന്നതിനോ പുറത്തു കൊണ്ടുപോകാൻ യാതൊരു അധികാരവും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. അതുമാത്രമല്ല, അത് അഥവാ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ ഞങ്ങളുടെ മുതിർന്ന ലെവലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചില ലിമിറ്റഡ് പവേഴ്സ് ഉണ്ട്. ഇത് പാളി കൊടുത്തുവിട്ടപ്പോൾ അത് ചെമ്പുപാളി എന്ന് എഴുതി വെച്ച ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന കുഴപ്പമാണ്. അതാണ് അന്വേഷണത്തിന് വിധേയമാകുന്നത്. അത് ശരിയായ നടപടിയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. അവിടെ മുതലേ ഇത് ഇങ്ങോട്ട് എത്രയോ ഘട്ടങ്ങളിൽ ഒരു 4 or 5 ഔദ്യോഗിക തലത്തിലും ബോർഡ് തലത്തിലും അതേ മിസ്റ്റേക്കുകൾ ആവർത്തിച്ചാണ് ഇവിടെ പോയിരിക്കുന്നത്. അതുമാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി ദേവസ്വം ബോർഡ് സുഘടിതമായ ഒരു ലാ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തിലാണ്. അവിടെ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ ലാ ഓഫീസറുണ്ട്, 3 ലീഗൽ അസിസ്റ്റന്റ്മാരുണ്ട്. അത്തരം നിയമ നടപടികളിലൊക്കെ കടന്നു വേണം ഇമാതിരി കാര്യങ്ങൾ ബോർഡിന്റെ നയപരമായ തീരുമാനങ്ങൾ വരെ. അപ്പം ഇവിടെ ഒന്നും
അത് സ്പർശിച്ചില്ല, അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കങ്ങോട്ട് സാധാരണ ഒരു ഭക്തനോ ഒരാൾക്കോ സ്വീകരിക്കാൻ ആവില്ല. അപ്പം ഇതിൻ്റെ വിൽഫുൾ അതല്ലെങ്കിൽ അറിവോട് കൂടിയുള്ള ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ശരി, മുൻപ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. ശരി. അപ്പൊ അതുകൊണ്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.